കോഴിക്കോട് കഴിഞ്ഞാൽ വലിയ അട്ടിമറികൾക്ക് സാധ്യതയുള്ള ജില്ലയാണ് ഈ തവണ കൊല്ലം. ഏറെ പ്രതീക്ഷയോടെ UDFും ആശങ്കയോടെ LDFും ജാഗ്രതയോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയ ജില്ല എന്നതുകൊണ്ട് തന്നെ 11 മണ്ഡലങ്ങളിലും ഈ തവണ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രവചനങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. 1. കരുനാഗപ്പള്ളി. മണ്ഡലം രൂപീകൃതമായ 1957 തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം നീണ്ട 64 വർഷം ഇടതു പാർട്ടികളെ മാത്രം വിജയിപ്പിച്ച മണ്ഡലം 2021 CR മഹേഷിലൂടെയാണ് കോൺഗ്രസ് തിരിച്ചുപിടിച്ചത്. 30,000-ഓളം വോട്ടിന് മണ്ഡലം പിടിച്ചെടുത്ത CR മഹേഷ് തന്നെയാണ് ഈ തവണയും സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുന്നത്. CPIക്ക് വേണ്ടി MS താര മത്സരിക്കുന്ന മണ്ഡലത്തിൽ സിറ്റിംഗ് MLAക്ക് തന്നെയാണ് വിജയസാധ്യത. എന്നാൽ 4 മാസം മുൻപ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന് 5337 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് ഉള്ളതെന്ന് മത്സരം ഏകപക്ഷീയമായിരിക്കില്ല എന്ന സൂചന നൽകുന്നു. 2. ചവറ. ബേബി ജോണിന്റെയും RSPയുടെയും കുത്തക മണ്ഡലമായിരുന്ന ചവറയിൽ ഈ കുറി നടക്കുന്നത് ജില്ല കണ്ട ഏറ്റവും വലിയ പോരാട്ടമാണ് എന്ന് നിസ്സംശയം പറയാം. 2011 മുന്നണി മാറി മത്സരിച്ച ബേബി ജോണിന്റെ പുത്രൻ ഷിബു ബേബി ജോണിലൂടെ ഒരിക്കൽ മാത്രം വലതുപക്ഷത്തേക്ക് മാറിയിട്ടുള്ള മണ്ഡലം 2016 വിജയൻ പിള്ളയിലൂടെയും 2021 അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ സുജിത് വിജയൻ പിള്ളയിലൂടെയും നിലനിർത്തിയ ഇടതുപക്ഷത്തിന് ഈ തവണ ഷിബു ബേബി ജോൺ ഉയർത്തുന്നത് കടുത്ത വെല്ലുവിളിയാണ്. തുടർച്ചയായി 2 തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഷിബു ബേബി ജോൺ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതും ചില സാമുദായിക ഘടകങ്ങൾ തനിക്ക് അനുകൂലമായി സംഭവിച്ചതും വിജയത്തിലേക്ക് എത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. എന്നാൽ സിറ്റിംഗ് MLA എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ഡോക്ടർ സുജിത്തിനും മണ്ഡലത്തിൽ ഒരേ വിജയപ്രതീക്ഷയുണ്ട്. ആത്യന്തികമായി സാമുദായിക ഘടകങ്ങൾ വിജയഘടകമാകുമെന്നാണ് വിലയിരുത്തൽ. ഷിബു ബേബി ജോണിനു വേണ്ടി ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചതിന്റെ പ്രതിഫലനമെന്ന നിലയിൽ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഡോക്ടർ സുജിത്തിനു വേണ്ടിയും മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ വിധി നിർണയത്തിൽ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിക്കാൻ പോകുന്നത് ഒരുപക്ഷെ UDF തങ്ങൾക്ക് അനുകൂലമായി നടത്തിയ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വഴി സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണമായിരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരെല്ലാം ഒരേപോലെ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ചവറയിലെ മത്സരം ഈ തവണ പ്രവചനാതീതമായിരിക്കും എന്നത് നിസ്സംശയം പറയാം. 3. കുന്നത്തൂർ. ഈ തവണ കൊല്ലം ജില്ലയിൽ നിന്ന് UDF കണ്ണുവയ്ക്കുന്ന സീറ്റുകളിലൊന്നാണ് കുന്നത്തൂർ. കഴിഞ്ഞ 25 വർഷമായി കോവൂർ കുഞ്ഞുമോൻ തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ ഈ തവണയും അദ്ദേഹം തന്നെയാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ ബന്ധു കൂടിയായ ഉല്ലാസ് കോവൂരുമായി കടുത്ത പോരാട്ടം നടത്തേണ്ടി വന്നിരുന്നു. 2016 ഉല്ലാസ് കോവൂരിനെ 20,529 വോട്ടിന് മറികടന്ന കുഞ്ഞുമോന് 2021 കേവലം 2,790 വോട്ടിന് മാത്രമാണ് വിജയിക്കാനായത്. കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ച ഉല്ലാസ് അനുകൂലമായ സിമ്പതി വോട്ടർമാർക്കിടയിലുണ്ടെന്ന് ഈ തവണ UDFന് അനുകൂല ഘടകമാണ്. ഈ തവണ കുന്നത്തൂർ മണ്ഡലത്തിൽ അട്ടിമറിക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. 4. കൊട്ടാരക്കര. ഈ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടുയർന്നത് കൊട്ടാരക്കരയിലെ ആയിഷ പോറ്റിയുടെ കാലുമാറ്റത്തിലൂടെയായിരുന്നു. 15 വർഷം കൊട്ടാരക്കരയുടെ ഇടതുപക്ഷ MLA ആയിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്ന് കൊട്ടാരക്കരയിൽ മത്സരിക്കാനിറങ്ങിയതാണ് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചത്. ധനമന്ത്രി KN ബാലഗോപാലിനെതിരെ ആയിഷ പോറ്റി അട്ടിമറി സൃഷ്ടിക്കുമെന്ന തോന്നൽ ആദ്യഘട്ടത്തിലുണ്ടാക്കിയെങ്കിലും മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം KN ബാലഗോപാൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും ആയിഷ പോറ്റി അധികാരത്തിനു വേണ്ടി കാലുമാറ്റം നടത്തിയതും സജീവ ചർച്ചയായതോടെ മത്സരം ഏകപക്ഷീയമായി മാറി എന്നാണ് വിലയിരുത്തൽ. ബാലഗോപാലിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട NSSൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും KN ബാലഗോപാലിനെ മറികടക്കാനുള്ള വോട്ടായി മാറിയില്ലെന്നും ബാലഗോപാൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുമാണ് കരുതുന്നത്. 5. പത്തനാപുരം. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി KB ഗണേഷ് കുമാറിന്റെ തട്ടകം. വിവാദങ്ങളെല്ലാം കൂടപ്പിറപ്പാണെങ്കിലും അതൊന്നും പത്തനാപുരത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കാറില്ലെന്നതാണ് ഗണേഷ് കുമാറിന്റെ പ്രത്യേകത. MLA, മന്ത്രി എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം തന്നെയാണ് ഗണേഷ് കുമാറിന്റെ വിജയത്തിന് പിന്നിലെ രഹസ്യം. എതിരാളിയായ കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 10 വർഷവും മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഗണേഷ് കുമാറിന്റെ വ്യക്തിപ്രഭാവത്തിനു മുന്നിൽ വിജയസാധ്യത വളരെ കുറവാണ്. NSSലെ പടലപ്പിണക്കം ഗണേഷ് കുമാറിനെതിരെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് അട്ടിമറി പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ CPMന്റെ ഉറച്ച വോട്ടുകൾ മാത്രം മതിയാകും ഗണേഷ് കുമാറിന്റെ വിജയത്തിന് എന്നാണ് കണക്കുകൂട്ടലുകൾ പറയുന്ന സത്യം.
6. പുനലൂർ. ഇടതുമുന്നണിക്ക് ഉറപ്പിക്കാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പുനലൂർ. തെക്കൻ കേരളത്തിൽ UDF മുസ്ലിം ലീഗിന് നീക്കിവെച്ച മണ്ഡലത്തിൽ ഈ തവണ CPIയിലെ പുതുമുഖം C. അജയ് പ്രസാദാണ് മത്സരിക്കുന്നത്. സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടു നൽകിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരുന്നെങ്കിലും UDF നിലപാടിൽ മാറ്റം വരുത്തിയിരുന്നില്ല. ലീഗിന് വേണ്ടി നൌഷാദ് യൂനുസാണ് മത്സര രംഗത്തുള്ളത്. 2021 PS സുപാൽ 37,005 വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ ഈ തവണയും വൻ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. 7. ചടയമംഗലം. സിറ്റിംഗ് സീറ്റിൽ ഈ തവണയും ജനവിധി തേടുന്നത് ചിഞ്ചുറാണി തന്നെയാണ്. ശക്തമായ ഇടതുപക്ഷ മണ്ഡലമായ ചടയമംഗലത്ത് ഇടതു വിജയത്തിന് നിലവിൽ ഭീഷണിയൊന്നുമില്ല. UDF പോലും ഇടതുപക്ഷം ഏകപക്ഷീയമായി വിജയിക്കുമെന്ന് വിലയിരുത്തിയ മണ്ഡലത്തിൽ BJP വോട്ടുകൾ വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധേയമാണ്. 8. കുണ്ടറ. 2021 തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി UDF ഉയർത്തിക്കൊണ്ടുവന്ന ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ അട്ടിമറിച്ച് PC വിഷ്ണുനാഥ് പിടിച്ചെടുത്ത മണ്ഡലത്തിൽ ഈ കുറി നടക്കുന്നത് കടുത്ത മത്സരമാണ്. സിറ്റിംഗ് MLA ആയ PC വിഷ്ണുനാഥിനോട് മത്സരിക്കാനെത്തുന്നത് CPMലെ യുവനേതാവായ SL സജികുമാറാണ്. മത്സ്യ കശുവണ്ടി തൊഴിലാളികൾക്കിടയിൽ ആഴത്തിൽ ബന്ധമുള്ള സജികുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ കുണ്ടറയിലെ വിജയം പ്രവചനാതീതമായിരിക്കുകയാണ്. ചെങ്ങന്നൂരിലേതുപോലെ തന്നെ PC വിഷ്ണുനാഥിന് മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ മികവ് നിലനിർത്താനായില്ലെന്നത് സജികുമാറിന് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും വോട്ടെണ്ണി തീരുന്നതുവരെ സസ്പെൻസിൽ നിൽക്കുന്ന മണ്ഡലമായിരിക്കും ഈ തവണ കുണ്ടറ. 9. കൊല്ലം. കഴിഞ്ഞ 10 വർഷത്തെ നടൻ M. മുകേഷ് പ്രതിനിധീകരിക്കുന്ന കൊല്ലം മണ്ഡലം ഈ തവണ പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് UDFന് വേണ്ടി മത്സരിക്കുന്ന ബിന്ദു കൃഷ്ണ. 2021 കേവലം 2000 വോട്ടിന് മാത്രം വിജയിച്ച മണ്ഡലത്തിൽ ഈ തവണ മുകേഷിന് പകരം മത്സരിക്കാനെത്തുന്ന CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന മുതിർന്ന നേതാവ് S. ജയമോഹനാണ്. ഇടതുപക്ഷത്തിന് ആഴത്തിൽ സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിലും ഈ തവണ കൊല്ലം കോർപ്പറേഷൻ അടക്കം നഷ്ടമായത് ഇടതുമുന്നണിക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. കടുത്ത മത്സരമാണെങ്കിലും ബിന്ദു കൃഷ്ണയ്ക്ക് മുൻതൂക്കമുണ്ടെന്നാണ് വിലയിരുത്തൽ. 10. ഇരവിപുരം. ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രമായ ഇരവിപുരത്ത് ഈ തവണയും സിറ്റിംഗ് MLA ആയ M. നൌഷാദ് തന്നെയാണ് മത്സര രംഗത്തുള്ളത്. മികച്ച MLAമാരിൽ മുൻനിരയിൽ നിൽക്കുന്ന നൌഷാദ് തന്നെ മണ്ഡലം നിലനിർത്തുമെന്നാണ് വിലയിരുത്തൽ. UDFന് വേണ്ടി RSPയുടെ വിഷ്ണുമോഹൻ മത്സരിക്കുമ്പോൾ NDAക്ക് വേണ്ടി BDJS ആണ് രംഗത്തുള്ളത്. 11. ചാത്തന്നൂർ. കൊല്ലം ജില്ലയിൽ BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം എന്ന നിലയിൽ ശ്രദ്ധേയമാണ് ചാത്തന്നൂർ. 2016 2021 കോൺഗ്രസിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിയ BJP ഇത്തവണയും കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. CPIക്ക് വേണ്ടി പുതുമുഖം R. രാജേന്ദ്രൻ മത്സരിക്കുമ്പോൾ BJPക്ക് വേണ്ടി കഴിഞ്ഞ 2 തവണയും 2-ാം സ്ഥാനത്തെത്തിയ BB ഗോപകുമാർ തന്നെയാണ് കളത്തിലിറങ്ങുന്നത്. BJP ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ 5 സീറ്റുകളിൽ ഒന്നായാണ് ചാത്തന്നൂരിനെ വിലയിരുത്തിയിരിക്കുന്നത്. കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും നിലവിൽ ഈ സീറ്റിൽ LDF വിജയം ആവർത്തിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത്. 2021 ആകെയുള്ള 11-ൽ 9 സീറ്റുകളിലും വിജയിച്ച LDFന് ഈ തവണ ആ വിജയം ആവർത്തിക്കാനാകില്ലെന്നാണ് CPM സംസ്ഥാന നേതൃത്വം പോലും കണക്കാക്കുന്നത്. കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, ഇരവിപുരം, ചാത്തന്നൂർ 6 സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ളപ്പോൾ കരുനാഗപ്പള്ളി, കുന്നത്തൂർ, കൊല്ലം സീറ്റുകളിൽ UDFനും വിജയസാധ്യതയും ചവറ, കുണ്ടറ സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് മത്സരവും നടക്കുന്നതായാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തൽ.